Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് പരാതി. 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഗുരുതരമായ വിഷയമാണിതെന്നും സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഗുരുതരമായ വിഷയമാണിതെന്നും വീട്ടുകാരുടെ മൊഴിയെടുക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 1.5 വയസ്സുകാരൻ മരിച്ചതിൽ ആശുപത്രി അധികൃതരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസ്തേഷ്യ ഡോക്ടർ ഒഴികെയുള്ള മറ്റു ഡോക്ടർമാരുടെ മൊഴിയും എടുത്തു. പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആശ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ ചോദ്യം ചെയ്തിട്ടില്ല. കേസിൽ അഞ്ജലി മാത്രമാണ് പ്രതി. പോലീസ് സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് DMOയ്ക്ക് കൈമാറി. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് പരാതിയിൽ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 175 പ്രകാരമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യയ്ക്ക് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ മരണപ്പെട്ട കുട്ടിയുടെ വീട് സന്ദർശിച്ചു. പ്രതികൾക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചുണ്ടിലെ മുറിവ് പറ്റിയതിനെ തുടർന്ന് അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗര്യ മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറും മറ്റുദ്യോഗസ്ഥരും എരമത്തുള്ള കുട്ടിയുടെ വീട് സന്ദർശിച്ചു. മരണപ്പെട്ട കുഞ്ഞിന്റെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി കമ്മീഷൻ നേരിട്ട് രേഖപ്പെടുത്തി. കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നും കുട്ടിയെ ചികിത്സിച്ചവരുടെ ഭാഗത്ത് അലംഭാവമുണ്ടായിട്ടുണ്ടെന്നും തുടർ നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസ്, അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവരോടും DMOയോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോലീസുമായിട്ടുള്ള DYSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹവുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഈ അടുത്ത ദിവസം തന്നെ 2-3 ദിവസത്തിനകം തന്നെ അദ്ദേഹം മൊഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അതിനുശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കമ്മീഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു തർക്കമില്ല. കാരണം ഇതിനകത്ത് കാര്യമായ നെഗ്ലിജൻസ് തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മൊഴി കേട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥരായ B മോഹൻകുമാർ, ഡോക്ടർ F വിൽസൺ, KK ഷാജു, സിസിലി ജോസഫ്, എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത, വാർഡ് മെമ്പർ CA ശോഭ, C സത്യപാലൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. തിങ്കളാഴ്ച വിവിധയിടങ്ങളിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനവും വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിയന്ത്രണം തുടരേണ്ടിവരുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിലപാട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വരുന്നത്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴയിലുണ്ടായ കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും തിരിച്ചടിയായെന്ന് KSEB പറയുന്നു. വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്.
രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാലാവധി കഴിഞ്ഞ ബസ്സുകൾ കട്ടപ്പുറത്ത്. ക്യാമ്പസ് പരിസരത്ത് 4 ബസ്സുകളാണ് നീക്കം ചെയ്യാതെ മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാലാവധി കഴിഞ്ഞ ബസ്സുകൾ കട്ടപ്പുറത്ത്. ക്യാമ്പസ് പരിസരത്ത് 4 ബസ്സുകളാണ് നീക്കം ചെയ്യാതെ മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ക്ലിനിക്കൽ പരിശീലനം, പഠനയാത്രകൾ തുടങ്ങിയവയെല്ലാം ബസ്സുകളുടെ കുറവ് മൂലം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 15 വർഷം സർവീസ് നടത്തി കാലാവധി കഴിഞ്ഞ ബസ്സുകളാണ് ഇവയെല്ലാം. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ കട്ടപ്പുറത്തായ ബസ്സുകൾ ഇവിടെ നിന്നും മാറ്റാനും വിദ്യാർത്ഥികൾക്ക് പുതിയ ബസ് അനുവദിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഇടക്കേപ്പുറം മോയിൻ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. റോഡിലെ കുഴിയിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. റോഡ് നിർമ്മാണത്തിനായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഫണ്ട് വകയിരുത്തിയിരുന്നെങ്കിലും റോഡ് പ്രവൃത്തി യാഥാർത്ഥ്യമായില്ല. ദിവസേന 100 കണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന റോഡാണിത്. മഴക്കാലമായതോടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നു. കാൽനട വാഹനയാത്രക്കാർക്ക് ഇതേറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കണ്ണപുരം ഇടക്കേപ്പുറം ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഓട്ടോറിക്ഷകൾ പോലും ഈ റോഡിലൂടെ സർവീസ് നടത്താൻ മടി കാണിക്കുകയാണ്. റോഡ് താൽക്കാലികമായെങ്കിലും അറ്റകുറ്റപ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ഇതുവഴിയുള്ള ഗതാഗതം നിലയ്ക്കുന്ന അവസ്ഥയിലെത്തും. പിന്നെ ബന്ധപ്പെട്ടവരോട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഫണ്ട് പാസ്സായിട്ടുണ്ട്. ഇലക്ഷൻ മുമ്പേ ഫണ്ട് പാസ്സായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾക്ക് കൂടുതലൊന്നും പറയുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ മോയൻ റോഡിൻ്റെ പണി തുടങ്ങി അവസാനിപ്പിക്കണം. വളരെ ഭംഗിയായിട്ട് ഞാൻ നമ്മുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ ഫണ്ട് പാസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. റോഡ് യഥാസമയം അറ്റകുറ്റപ്രവൃത്തി നടത്തി ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിന്റെ മുൻപിലെ ഹൃദയശില്പം കാടുകയറുന്നു. 12 വർഷം മുമ്പ് മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റായിരുന്ന പ്രമുഖ ശില്പി തൃക്കരിപ്പൂർ രവീന്ദ്രനാണ് ഈ ശില്പം നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയശില്പം കാടുകയറുന്നു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 2014 ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഹൃദയശില്പം സ്ഥാപിക്കപ്പെട്ടത്. മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റായിരുന്ന പ്രമുഖ ശില്പി തൃക്കരിപ്പൂർ രവീന്ദ്രനാണ് ഈ ശില്പം നിർമ്മിച്ചത്. 32 അടി വലിപ്പമുള്ള സിമെന്റിൽ പണിതീർത്ത ശില്പം ഉദ്ഘാടനം ചെയ്ത് 12 വർഷം പിന്നിട്ടുവെങ്കിലും ഇപ്പോൾ ശില്പത്തിന് മുകളിൽ പോലും പായലും കാട്ടുവള്ളികളും കയറുകയാണ്. വർഷങ്ങളായിട്ടും ശില്പം പെയിന്റ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിന് മുന്നിലാണ് ശില്പം നിർമ്മിച്ചത്. ഇന്നിത് പരിപാലനമില്ലാത്തതിനാൽ പ്രദേശം കാടുകയറി കിടക്കുകയാണ്. ഹൃദയശില്പത്തിന് ചുറ്റുമുള്ള 20 സെന്റ് സ്ഥലം ഗുണപരമായി ഉപയോഗപ്പെടുത്തിയാൽ ആശുപത്രി വികസന സമിതിക്ക് വരുമാനമുണ്ടാക്കാനും സാധിക്കും. ചെറിയ പാർക്കും ഒരു കഫ്റ്റീരിയയും ഏർപ്പെടുത്തിയാൽ അത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാനസിക ഉല്ലാസത്തിന് ഉപകാരപ്പെടും. പ്രദേശം കാടുകയറാതെ സംരക്ഷിക്കാനും സാധിക്കും. കാടുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വളർത്തുമൃഗങ്ങൾക്കായുള്ള മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന വിസ്മയ വെറ്റ് ഫാർമ പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിന് സമീപമുള്ള GK ബിൽഡിംഗിലാണ് പുതിയ സ്ഥാപനം തുറന്നിരിക്കുന്നത്. വിസ്മയ വെറ്റ് ഫാർമ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വളർത്തുമൃഗങ്ങൾക്കായുള്ള മരുന്നുകളും മറ്റനുബന്ധ സാമഗ്രികളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന വിസ്മയ വെറ്റ് ഫാർമ പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിന് സമീപമുള്ള GK ബിൽഡിംഗിലാണ് പുതിയ സ്ഥാപനം തുറന്നിരിക്കുന്നത്.
വിസ്മയ വെറ്റ് ഫാർമയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. പെറ്റ് ഡോഗ്സിനെ ആയാലും അല്ലെങ്കിൽ മറ്റ് നിലയിലേക്കുള്ള പൂച്ചകളും മറ്റു കാര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പല വീട്ടിൽ നമ്മൾ പോകുമ്പോൾ പണ്ട് നമുക്കെല്ലാം വീട്ടിൽ പൂച്ച എന്ന് പറയുന്നത് ഒരു ശല്യമായിരുന്നതിൽ നിന്ന് വലിയ വില കൂടിയ പൂച്ചകളെല്ലാം വാങ്ങിയിട്ടാണ് ആളുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത്. 19ാം വാർഡ് കൗൺസിലർ പി കെ ദിനൂപ്, 18ാം വാർഡ് കൗൺസിലർ രജിത ടി വി, പയ്യന്നൂർ പോളിക്ലിനിക് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അനിൽ കുമാറി, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ, വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ കെ പി, കനകരാജൻ പി, അഷ്റഫ് മാടമ്പില്ലത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുന്നക്കോടൻ ദാമോദരൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മൃഗങ്ങൾക്കായുള്ള പ്രത്യേക മരുന്നുകൾ, ആഹാര സാധനങ്ങൾ, കോസ്മെറ്റിക്സ്, വാക്സിനുകൾ, സപ്ലിമെന്റുകൾ, മറ്റ് ആക്സസറികൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CATU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ CATU ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ഏരിയ സമ്മേളനം പയ്യന്നൂർ CATU സെന്ററിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി നേതൃത്വ ഗവൺമെന്റിൽ പിന്തുടരുന്ന നയങ്ങൾ അതെങ്ങനെയാണ് നിങ്ങളുടെയും എൻ്റെയും നമ്മുടെ രാജ്യത്ത് പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എന്നതിനെയാണ് നാം പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായുള്ള ഈ നയങ്ങളുടെ നടപ്പാക്കൽ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള പ്രവണത ഒരു ഭാഗത്ത് രാജ്യത്തെ ജനസംഖ്യയുടെ വളരെ ശുഷ്കമായ വളരെ വലിയ ചെറിയ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് പോലും കേന്ദ്രീകരിക്കുന്നതും. M ആനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K പ്രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി CV ദാമോദരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അഭിവാദ്യം ചെയ്തു. സമ്മേളനത്തിൽ വെച്ച് 2025 ക്ഷേത്രകലാ അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ എരമം ഗോപാലകൃഷ്ണൻ മാരാറെ അനുമോദിച്ചു. M ആനന്ദനെ പ്രസിഡന്റായും K പ്രതീഷിനെ സെക്രട്ടറിയായും KV ഉണ്ണികൃഷ്ണനെ ട്രഷററായും ജോയിന്റ് സെക്രട്ടറിമാരായി രാജൻ KV, രതീഷ് K, വൈസ് പ്രസിഡന്റുമാരായി മദനകുമാർ KV, മഞ്ജുള സഞ്ജയ് എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ജീവനക്കാരുടെ കുടിശ്ശികയായിട്ടുള്ള ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പന്തൽ, അലങ്കാരം, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തെ പ്രമുഖ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിക്ക് സ്വന്തമായി ആസ്ഥാന മന്ദിര നിർമ്മാണം പൂർത്തിയായി. നീലേശ്വരം ബ്ലോക്കിലെ 6 പഞ്ചായത്ത് പരിധിയിലുള്ള മേഖലാ കമ്മിറ്റിക്കായി കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്തെ മാണിയാട്ടാണ് ബഹുനില മന്ദിരം ഉയർന്നത്. കാസർഗോഡ് ജില്ലയിലെ 15 മേഖലാ കമ്മിറ്റികളിൽ ഏറ്റവും തെക്കേറ്റത്ത് പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ മേഖലയിൽ 70-ൽ പരം അംഗങ്ങളാണുള്ളത്. 3000 ചതുരശ്ര വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ 250 പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള ഹാൾ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി മുന്നംഗം ഒളവറിയിലെ V ഷാഹുൽ ഹമീദിന്റെ നാമധേയത്തിലാണുള്ളത്. താഴത്തെ നിലയിൽ മേഖലാ കമ്മിറ്റി ഓഫീസ് മുറി, സംഘടനയുടെ മുൻകൈയിൽ രൂപീകരിക്കുന്ന സൊസൈറ്റി ഓഫീസ് മുറി എന്നീ സൗകര്യങ്ങളുണ്ട്. ഈ വർഷം ഒക്ടോബർ 25-ന് മന്ത്രിമാർ, MLA-മാർ, തദ്ദേശ ജനപ്രതിനിധികൾ, കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിച്ച വിപുലമായ ചടങ്ങോടെ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹയർ ഗുഡ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ കുടുംബസംഗമം, കലാപരിപാടികൾ എന്നിവ നടക്കും. കെട്ടിടോദ്ഘാടന ചടങ്ങിന്റെ വിജയത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. നടക്കാവ് ശ്രീപ്രഭ മിനി ഹാളിൽ നടന്ന യോഗം ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ ജവഹർ ഉദ്ഘാടനം ചെയ്തു. ഈ കൂട്ടായ്മയാണ് നമ്മുടെ സംഘടനയുടെ ശക്തിയും ബലവും ആവേശവും എന്ന് നാം തിരിച്ചറിയുന്ന ഒരവസരമാണിത്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ
നമ്മുടെ മുമ്പൊക്കെ കൂട്ടുകുടുംബം ആയിട്ട് ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കൂട്ടുകുടുംബം എന്താണെന്ന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നൊക്കെ അണുകുടുംബത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടി നമ്മളായി ചുരുങ്ങുന്ന, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും അല്ലെങ്കിൽ 3 കുട്ടികളും എന്നുള്ള ഒരു ചെറിയ കുടുംബത്തിലേക്ക് നമ്മുടെ മനസ്സ്. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഫിറോസ് പടിഞ്ഞാർ മുഖ്യാതിഥിയായി. സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായ ഷിബു സെയിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് വെള്ളിക്കോത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം എം നാരായണൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ മധുകുമാർ, തൃക്കരിപ്പൂർ മേഖലാ സെക്രട്ടറി ശശി രാംസൺ, ട്രഷറർ വി ജനാർദ്ദനൻ, വനിതാ വിംഗ് മേഖലാ പ്രസിഡന്റ് ഷൈനി ബിജു എന്നിവർ പ്രസംഗിച്ചു. പി കുഞ്ഞമ്പുവിനെ ചെയർമാനായും, എം നാരായണൻ, എൻ അബ്ദുള്ള എന്നിവരെ വർക്കിംഗ് ചെയർമാനായും, ഷിബു സെയിനിനെ ജനറൽ കൺവീനറായും, ശശി രാംസൺ, പി സുമേഷ്, സി ഷൈജു എന്നിവരെ ജോയിന്റ് കൺവീനർമാരുമായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആശാ വർക്കേഴ്സ് യൂണിയൻ CATU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ AKG സെന്ററിൽ നടന്നു. CATU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് യൂണിയൻ CATU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ AKG ഭവനിൽ നടന്നു. CATU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് കൊടുക്കുന്ന പ്രതിമാസ ബാധ്യതകൾ വെച്ചാൽ ഏകദേശം 3752 കോടി രൂപയോളം വരും. അത് കുറച്ച് ഇവിടെ 600 രൂപ സൗജന്യ യാത്ര ഏതാണ് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമുള്ളതായിരുന്നു. അതിന് ചെറിയ ചെലവും വലിയ ചെലവുമില്ല, ചെറിയ കാശുമില്ല, ബാക്കിയെല്ലാം നിർത്തലാക്കിയാണ്. ഇത് നടപ്പിലാണ്. പി പ്രീത അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധ ടിയോ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ശോഭന കെ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സി സുജാത സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ജൂലൈ 14 നമസ്തേ ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രീൻ വാരിയേഴ്സിന് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ജൂലൈ 14 നമസ്തേ ദിനാചരണമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രീൻ വാരിയേഴ്സിന് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. നമസ്തേ മിഷനിൽപ്പെടുന്ന തൊഴിൽ ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളാണ് കിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരിപാടിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാമകൃഷ്ണൻ, വാർഡ് കൗൺസിലർ VKP ഇസ്മായിൽ, മറ്റു കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, സെക്രട്ടറി അനീഷ് അരവിന്ദ്, ക്ലീൻ സിറ്റി മാനേജർ കൃഷ്ണൻ PP, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഗ്രീൻ വാരിയേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.